ഇനി ശബരിമല റോപ്പ് വേ പദ്ധതി. ഈ പദ്ധതിക്ക് അനുമതി നൽകുന്നതിന് മുന്നോടിയായിട്ട് കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിന്റെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പമ്പ ഹിൽ ടോപ്പ് മുതൽ സന്നിധാനം വരെ 2.7 കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് വേ നിർമ്മിക്കുന്നത്. പമ്പ ഹിൽ ടോപ്പിൽ ലോവർ ടെർമിനൽ പോയിന്റ്, സന്നിധാനത്ത് അപ്പർ ടെർമിനൽ. ഇതിനിടയിൽ 5 ടവറുകൾ, 32 മരങ്ങൾ മുറിച്ചു നീക്കണം, 82 മരങ്ങളുടെ ചില്ലകളും വെട്ടണം. പദ്ധതിക്ക് വനഭൂമി അനുവദിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു സ്ഥലപരിശോധന. സന്നിധാനം, പമ്പ, മരക്കൂട്ടമടക്കമുള്ള ഇടങ്ങളിൽ സംഘമെത്തി. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്നിവയുടെ പ്രതിനിധികൾക്കൊപ്പം സംസ്ഥാന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷ. 24 മാസമാണ് തന്നിരിക്കുന്നത്. 24 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോഴും മണ്ഡലകാലത്തും നമുക്ക് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരും. ആ 24 മാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 18 മാസം കൊണ്ട് തീർക്കാം. നമ്മളിപ്പോൾ സൈറ്റിൽ ഒന്നും ചെയ്യില്ല, പുറത്ത് വെച്ച് ഫാബ്രിക്കേഷനൊക്കെ ചെയ്ത് സൈറ്റിൽ ഇറക്ഷൻ മാത്രം ചെയ്യുമ്പോൾ സ്റ്റീൽ ടവറുകളല്ലേ, പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ പറ്റും. പദ്ധതിക്കായി 4.5 ഹെക്ടർ വനഭൂമിയാണ് ആവശ്യമായി വരിക. ഇതിനു പകരമായി കുളത്തൂപ്പുഴയിൽ സംസ്ഥാന സർക്കാർ ഭൂമി നൽകും. 18 സ്റ്റെപ്പ് ദാമോദർ റോപ്പ് വേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ കരാർ. മലബാർ സിമന്റ്സ്, വാളയാർ, മലമ്പുഴ ഉദ്യാനം എന്നിവിടങ്ങളിൽ റോപ്പ് വേ നിർമ്മിച്ച കമ്പനിയാണിത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.